ആത്മശക്തി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പെന്തക്കോസ്ത് തിരുനാളിൻ്റെ ഒരുക്ക ധ്യാനത്തിൻ്റെ 7-ാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 7-ാം ദിവസമായി ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് എപ്രകാരമാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ നിറയപ്പെടാൻ നമ്മൾ ധ്യാനിക്കുന്നത്, എപ്രകാരമാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് വളരെ വേഗം കടന്നു വരിക എന്നതിനെക്കുറിച്ചാണ്. ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എൻ്റെ ജീവിതത്തിൽ വളരെ വേഗം ലഭിക്കണം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം വളരെ വേഗം ലഭിക്കാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുക. നീ എങ്ങനെയാണ് വളരെ വേഗം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവ് അഭിഷേകം ലഭിക്കുക? നീ അതിനെക്കുറിച്ചുള്ള വഴികളെക്കുറിച്ചാണ് നമ്മളിന്ന് ധ്യാനിക്കാൻ വേണ്ടി പോകുക. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 53-ാം തിരുവചനം ഇപ്രകാരം പറയും: അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയം ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം യേശുവിൻ്റെ പ്രിയപ്പെട്ട അപ്പസ്തലന്മാർ പരിശുദ്ധ അമ്മയോട് ചേർന്ന് എന്ത് ചെയ്തു എന്ന വചനം പറയുക? സ്തുതിച്ചു പ്രാർത്ഥിച്ചു എന്നാണ്. പരിശുദ്ധാത്മാവിൻ നിറവ് നീ നാളെ പെന്തക്കോസ്ത് തിരുനാളാണ്. നീ നാളെ പെന്തക്കോസ്ത് തിരുനാളിൽ പരിശുദ്ധാത്മാവിൻ നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, പരിശുദ്ധാത്മാ ദാനങ്ങൾ, ഇങ്ങനെ എണ്ണിയാ തീരാത്ത അനേകം കൃപകൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി തിരുവചനം പറയുന്ന ഏറ്റവും എളുപ്പമായ വഴിയാണ് സ്തുതിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ നന്നായി സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവ്, ആത്മാവിൻ്റെ അഭിഷേകം വളരെ വേഗം ഒരു വ്യക്തിയിലേക്ക് വന്ന് നിറയുന്നത്. ഒരിക്കൽ ദാമോദറിൽ ഒരു ധ്യാനം നടക്കുകയാണ്. 700-ലധികം പേര് പങ്കെടുക്കുന്ന ധ്യാനമാണ്. ആ ധ്യാനത്തിൻ്റെ സമാപന ദിവസം പരിശുദ്ധാത്മ നിറയാൻ വേണ്ടിയുള്ള പ്രത്യേകമായ വചന ശുശ്രൂഷ. നീ അത് കഴിഞ്ഞുള്ള പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ആ കൂട്ടായ്മയോട്, ആ ദൈവമക്കളോട് പറഞ്ഞു, ഈ സമയം പരിശുദ്ധാത്മ നമ്മോട് സംസാരിക്കും. നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്വരം കേൾക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്വരം കേൾക്കാൻ വേണ്ടി, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കാൻ വേണ്ടി ഈ സമയം നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യത്തോടെ സ്വയം വിലയിരുത്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, സമൂഹം മുഴുവനും സ്വരമുയർത്തി യേശുവേ എന്ന് വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ആ സ്തുതിപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ ആ സമൂഹത്തോട് പറഞ്ഞു, ഈ സമയം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കും, നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. നിങ്ങൾ പലരോടും ദൈവാത്മാവ് സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന സന്ദേശം അത് ലഭിക്കുന്ന വ്യക്തികൾ ഈ സമയം ഒന്ന് ഏറ്റുപറയട്ടെ. ഞാനൊരു പേനയും പേപ്പറും എടുത്ത് ഞാൻ നിൽക്കാം. നിങ്ങൾ പറയുന്ന സന്ദേശം ഞാൻ കുറിച്ച് വയ്ക്കാം. നീ ആ സന്ദേശം അത് കഴിഞ്ഞ് ചോദിക്കും. ആ സന്ദേശം അവിടെ അനുഗ്രഹമായി മാറിയിട്ടുണ്ടെങ്കിൽ നീ ആ വ്യക്തികളെ കരമുയർത്തണം. അപ്പോൾ ആ സന്ദേശം അവിടെ സ്ഥിരീകരിക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, സന്ദേശങ്ങൾ പലരും പറയുന്നത് ഞാൻ പേപ്പറിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയം ആ ധ്യാനത്തിന് ഏറ്റവും മുൻനിരയിൽ 7-ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. നീ ആ മകൾ വിളിച്ചു പറഞ്ഞു, ഈ സമയം 4 പേരുടെ തലവേദനയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഒരു കൊച്ചു കുഞ്ഞല്ലേ, അത് വെറുതെ പറയുന്നതാണ് എന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് കേട്ടോ. ദൈവത്തിൻ്റെ ആത്മാവിന് മുഖനോട്ടമില്ല. നീ അത് കഴിഞ്ഞ് പലരും സന്ദേശം ഉണ്ടായിരുന്നു. നീ അതെല്ലാം ഞാൻ എഴുതി വെച്ച് ഞാനത് കഴിഞ്ഞ് ആ കൂട്ടായ്മയോട് ചോദിച്ചു. നീ ഈ മകൾ പറഞ്ഞ ഈ ഓരോരോ സന്ദേശം ചോദിച്ചു. അത് കഴിഞ്ഞ് ഈ മകൾ പറഞ്ഞ സന്ദേശം എടുത്ത് ഞാൻ ചോദിച്ചു, ഈ കൂട്ടായ്മയിൽ ഈ സമയം തലവേദന സുഖപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? പ്രിയമുള്ളവരെ, കൃത്യം 4 പേര് ആ സമയം കരമുയർത്തി ആ സന്ദേശം സ്ഥിരീകരിച്ചു. സ്തുതിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വലിയ നിറമായി, നീ വലിയ അഭിഷേകമായി ഈ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളിലേക്ക് വന്ന് നിറയുക. നാളെ പെന്തക്കോസ്ത് തിരുനാളിൽ ദൈവാത്മാവ് വലിയൊരു അഭിഷേകമായി ഈ നിൽക്കുന്ന എന്നിൽ നിങ്ങളിൽ വെളിപ്പെടാൻ വേണ്ടി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കണം. സ്തുതിപ്പെന്ന് കേൾക്കുമ്പോൾ പലരും ചിന്തിക്കുക ഏറ്റവും ഉയർന്ന സ്വരമുയർത്തിയുള്ള സ്തുതിപ്പ. അങ്ങനെ സ്വരമുയർത്തി മാത്രമല്ല, നിശബ്ദതയിലും ഉള്ളിനുള്ളിലും നീ ആരും അറിയാതെ വലിയ ജനക്കൂട്ടം നടുവിൽ നിന്നുകൊണ്ട് പോലും നമുക്ക് നമ്മുടെ ഉള്ളിൽ സ്തുതിക്കാൻ സാധിക്കും. യേശുവിൻ്റെ നാമം വീണ്ടും വീണ്ടും ഉരുവിട്ട് സ്തുതിക്കാൻ സാധിക്കും. അങ്ങനെ യേശുവിൻ്റെ നാമം ഉരുവിട്ട് സ്തുതിക്കുമ്പോൾ സ്തുതിക്കുന്ന വ്യക്തിയിലേക്ക്, ആരാധിക്കുന്ന സമൂഹത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവ് പ്രത്യേകമായി കടന്നു വരും. സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് നീ ആത്മാവ് കടന്നു വരിക. നീ ആത്മാവ് കടന്നു വന്നു കഴിഞ്ഞാൽ പുതിയ പുതിയ കൃപകൾ, അഭിഷേകം നമ്മിൽ വെളിപ്പെടുകയാണ്. നീ അതുകൊണ്ടാണ് വചനം പറയുക, അപ്പോസ്തല പ്രവർത്തനം 2-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം പറയുന്നു,
അവരെല്ലാവരും എന്ന് പറയുന്നത് യേശുവിൻ്റെ പ്രിയപ്പെട്ട അപ്പസ്തലന്മാരാണ് കേട്ടോ. അവർ പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തിരുവചനം പറയുന്ന ഇപ്രകാരമാണ്: അവരെല്ലാവരും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു. അവരെല്ലാവരും ഒരു വ്യക്തി പോലും മാറിപ്പോകുന്നില്ല കേട്ടോ. ഒരു വ്യക്തിയെ പോലും പരിശുദ്ധാത്മാവ് സ്പർശിക്കാതിരിക്കുന്നില്ല. സ്തുതിച്ച് പ്രാർത്ഥിച്ച സമൂഹം മുഴുവനെയും ദൈവത്തിൻ്റെ ആത്മാവ് അഭിഷേകമുള്ള വ്യക്തികളാക്കി രൂപാന്തരപ്പെടുത്തുകയാണ്. തിരുവചനം പറയുക, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു. അത് കഴിഞ്ഞ് വചനം പറയുന്നു, ആത്മാവ് കൊടുത്ത ഭാഷണപരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ വ്യത്യസ്തമായ അഭിഷേകം ഒരു വ്യക്തിയെ പോലും മാറ്റി നിർത്താതെ ആ കൂട്ടായ്മയിലുള്ള എല്ലാ വ്യക്തികളിലേക്കും ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് നിറയാൻ കാരണം അവരെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്തുതിച്ചു. അവിടെ പ്രിയമുള്ള സ്തുതിപ്പിന് വലിയ ശക്തിയുണ്ട്, സ്തുതിപ്പിന് വലിയ അഭിഷേകമുണ്ട്. ഇവിടെ നാളെ പെന്തക്കോസ്ത് തിരുനാൾ ആഘോഷിക്കുമ്പോൾ ബലിയിൽ പങ്കുചേരുമ്പോൾ ഉള്ളിനുള്ളിൽ നമുക്ക് സ്തുതിച്ച് പങ്കെടുക്കാൻ സാധിക്കണം. ബലിയുടെ ആരംഭത്തിൽ ബലി കഴിയുമ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടി നീങ്ങുമ്പോൾ എവിടെയില്ല മനസ്സിൽ സ്തുതിക്കണം കേട്ടോ. സ്തുതിക്കുമ്പോൾ ആത്മാവ് നിറവ് ലഭിക്കും. ആത്മാവിൻ്റെ അഭിഷേകം വെളിപ്പെടും. ഈ ആത്മാവ് തമ്മിൽ വന്ന് നിറയും. അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. നാളത്തെ ദിവസം നാം എല്ലാവരും പരിശുദ്ധാത്മാവ് നിറയും. ഒരു പുതിയ പെന്തക്കോസ്ത് അഭിഷേകം നമുക്ക് ലഭിക്കും. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ കിട്ടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പെന്തക്കോസ്ത് ഒരു ധ്യാനത്തിൻ്റെ 7-ാം ദിവസമായി ഇന്ന്. തിരുവസ്തുരവനായ ഈശോയെ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ ചെറിയ ഒരു സ്വപ്നം സമർപ്പിക്കുന്നു. ഇത് ഞങ്ങളെല്ലാവരും ഉള്ള സ്വപ്നം മതിയുള്ളൂ. ഞങ്ങൾ വളരെ വേഗം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയപ്പെട്ടതാണ്. ഞങ്ങൾ വളരെ വേഗം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ള വ്യക്തികളായിട്ട് മാറണം. എപ്രകാരമാണ് ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് വളരെ വേഗം അഭിഷേകം ചെയ്യുക? തിരുവചനം വ്യക്തമായി നമ്മെ പഠിപ്പിച്ചു. പരിശുദ്ധാത്മാവ് എന്നറിയാൻ വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആദിവസമൂഹത്തിലേക്ക് അപ്പസ്തലന്മാരിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൽ നിറവ് കടന്നു. ഓ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം ദൈവസ്തുതിപ്പിനെ കുറിച്ച് തെറ്റായ ബോധ്യങ്ങൾ വിട്ടുപോകാൻ, ജീവിതത്തിൽ നിരന്തരം ദൈവത്തെ സ്തുതിക്കുന്ന ഒരു മകനായി മാറാൻ, നിശബ്ദയിലും ഉള്ളിനുള്ളിൽ വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവിനെ അറിയാൻ വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി മാറാൻ വേണ്ടി പരിശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്യണമേ എന്ന് ആഗ്രഹിച്ചു ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി സ്തുതിപ്പിന്റെ അഭിഷേകത്തിനു വേണ്ടി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, റുഹായി എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം മുട്ടുകൊത്തി കരങ്ങൾ കൂപ്പി സ്ഥിരസ്തമിച്ച് ഈശ്വരന്റെ നാശം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ 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 പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. വരവായി പുതു പന്തക്കുസ്ത